പുത്രൻ. ആളില്ലാത്ത നേരത്ത് ഗുഹയിൽ കള്ളന്മാർ കയറുന്നുണ്ട്. ഓ, ഗുഹയ്ക്ക് മുന്നിൽ ഒരു ഭൂതത്തിൻ്റെ പ്രതിമയുണ്ടാക്കി വെച്ചാലോ? ഞാൻ പോയി കരടിച്ചേട്ടനോട് പറയാം. എന്തിനാ കരടിച്ചേട്ടൻ? നമുക്ക് തന്നെ ഉണ്ടാക്കാമെന്നേ. ഹി ഹി ഹി. മണ്ണ് കുഴച്ചുരുട്ടി ശരീരം, മരക്കൊമ്പ് കൊണ്ട് കയ്യും കാലും, ചുള്ളിക്കമ്പ് കൊണ്ട് കൊമ്പ്, മുള്ള് കൊണ്ട് പല്ല്. ഓ, ശരീരം റെഡി. ഇനി കൈകൾ വെക്കണം. താൻ ഓരോ കമ്പായി വെച്ചു കാണിക്ക്. നല്ലത് നോക്കി ഞാൻ പറയാം. ഇത് ചെറുതാ, അടുത്തത് പിടി. ഇതും പോരാ, അടുത്തത് വെച്ച് നോക്ക്. ഹാ, ഇത് മതി. ഇത് രണ്ട് സൈഡിലും ഫിറ്റ് ചെയ്തോ. ഇനി കമ്പ് ഓരോന്നായി വെച്ച് നോക്കാം. പോരാ, അടുത്തത് പിടി. ഇതും പോരാ, അടുത്തത്. ഹാ, ഇത് കൊള്ളാം. തലയിൽ ഫിറ്റ് ചെയ്തോ. ഇങ്ങനെ ഓരോന്നും നോക്കി നല്ലതെടുത്താലേ പ്രതിമ നന്നാവൂ. അയ്യോ, ഭൂതത്തിന് വായയില്ല സൂത്ര. വായയുടെ ഷേപ്പ് തീരുമാനിക്കണം. വലുത് വേണോ ചെറുത് വേണോ? അതിനു മുൻപ് പല്ലിനുള്ള മുള്ള് കൊണ്ടുവരട്ടെ. ഞാൻ കൊണ്ടുവരാം. വേണ്ട, താനായാൽ ശരിയാവില്ല. 16 മുള്ളുമായി. നല്ലത് നോക്കി ഫിറ്റ് ചെയ്യാം. നല്ല വായി നോക്കി തിരിഞ്ഞെടുത്ത് പല്ലുകൾ വെക്കാം സൂത്ര.